ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഈ വീഡിയോ ഞാൻ എഡിറ്റെല്ലാം ചെയ്ത് വെച്ചിട്ട് കുറേ നാളായി. പക്ഷേ അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു തിങ്കിങ്ങിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അപ്ലോഡ് ചെയ്യാം. കാരണം ആ സമയത്ത് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുത്തതല്ലേ. ഇത് ഡിലേ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡെലിവറി വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്, പെട്ടെന്നായിരുന്നു ഡെലിവറി. പിന്നെ ഫോൺ യൂസ് ചെയ്യാനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാരണം ഞാൻ അത്രയും ഡിലേ ആക്കി ഇപ്പോഴാണ് ഫോണെല്ലാം യൂസ് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് ഇത് പിന്നെ ഡിലേ ചെയ്യേണ്ട, അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എൻ്റെ മോള് തന്നെയാണ്. കാരണം എപ്പോൾ ടി വി ഇട്ടാലും അതിൽ യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്ത് അവൾ പണ്ട് ട്രാവൽ ചെയ്തതും അവളുടെ സ്കൂൾ മെമ്മറീസും ക്വാർട്ടേഴ്സിലെ ലൈഫും ഡാൻസും അവൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിനി നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ 2 ദിവസം മുമ്പേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അതിന് 2 ലക്ഷം വ്യൂസും നല്ല ലൈക്സും കമൻസും ആട്ടോ കിട്ടിയത്. എൻ്റെ ഈ കുഞ്ഞു ചാനലിന് ആ ഒരു വീഡിയോയ്ക്ക് മാത്രം 2 ലക്ഷം വ്യൂസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 4 അല്ല 5 കൊല്ലം ആവാറായ കേട്ടോ. ഞാൻ അധികം ഒന്നും വീഡിയോ ഇടുന്ന ആളുമല്ല. കാരണം ഈ യൂട്യൂബ് ചാനലിൽ അന്ന് ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് തുടങ്ങിയതായിരുന്നു. പക്ഷേ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് അധികം ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ മോള് ജനിച്ച് ഒരു 3 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അന്ന് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഞാൻ കൂടുതലും ട്രാവലിനെ ബേസ് ചെയ്ത് മാത്രം കേട്ടോ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ആർമി എന്ന് പറയുമ്പോൾ കൂടുതലും ട്രാവൽ തന്നെയാണ്. നമ്മൾ പോസ്റ്റിങ് പോകുന്നതും വരുന്നതും ആ ഒരു ക്വാർട്ടേഴ്സ് ലൈഫും വെക്കേഷൻ സമയത്തുള്ള ട്രാവലിങ്ങും അല്ലാതെ സൺഡേസൊക്കെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ നാട്ടിലെങ്ങനെ ലൈഫ് കൊണ്ടുപോകുന്നു, അതാണ് ആർമിയില്ലാത്ത ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് വ്യത്യാസമായിരിക്കും എല്ലാ കാര്യത്തിലും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ആർമി ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആർമിയിലെ ഒന്നും തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. യൂണിഫോം ആയാലും നമ്മുടെ ലൊക്കേഷൻ പോലും. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ഈ ക്വാർട്ടേഴ്സിൽ ഇരുന്നുകൊണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു, ഇതേപോലെ ഷോർട്സ് തുടങ്ങിയ സമയത്ത് ഇതേപോലെ എല്ലാവരും മിനി വ്ലോഗ്, മോർണിംഗ് റൊട്ടീന്, ട്രാവൽ ചെയ്യുന്നത് കൊച്ചു കൊച്ചു ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങിയപ്പോഴായിരുന്നു. ഒരു 3 കൊല്ലത്തിന് മുമ്പേ ഞങ്ങൾ ചെന്നൈയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഷോർട്സ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അന്ന് ഏട്ടൻ ഡ്യൂട്ടി പോകുമ്പോൾ കുഞ്ഞൂസ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല സമയമുണ്ടായിരുന്നു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ഈ കുഞ്ഞു ചാനലിൽ ഇന്ന് കാണുന്ന ഈ സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിലൊക്കെ ഞാൻ ഒന്ന് കൊണ്ട് എത്തിച്ചത്. എന്നാലും അത്ര വലിയ ഞാൻ സക്സസ് ആയിട്ടില്ല. ഇനിയും കുറച്ചും കൂടെ കഷ്ടപ്പെടാനുണ്ട്. പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ആ ഡെലിവറി സ്റ്റോറിക്ക് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതിൽ നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ വന്ന ഒരു കമൻ്റായിരുന്നു, അതിൽ വന്ന കമൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയുന്നത് പ്രസവമല്ലേ, അപ്പോൾ കുഞ്ഞിനെ പ്രസവിക്കുന്നതും ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ ചേർത്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വരുമാനം കിട്ടുമല്ലോ എന്നായിരുന്നു ആ കമൻറ്റ്. ഇനി ഈ ഡെലിവറി എന്ന് പറയുന്നത് വലിയ വൃത്തികേടായിട്ടുള്ള കാര്യമൊന്നുമല്ല. അമ്മയാവുന്നതും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതൊക്കെ ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പ്രസവ വീഡിയോ എന്ന് പറയുന്നത് അത് ഇടണോ വേണ്ടയോ എന്ന് അവരവർ തീരുമാനിക്കുന്ന കാര്യമാണ്. ഇനി അത് കാണണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് കാര്യം. ഇനി എനിക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഇതുവരെ ഡെലിവറി കഴിഞ്ഞ് 2 മാസം ഇതുവരെ എന്തൊക്കെ വീഡിയോസ് എനിക്ക് ഇടാമായിരുന്നു. പിന്നെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്ങനത്തെ ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിയുമ്പോൾ ഫസ്റ്റ് ഹണിമൂൺ പോകുന്നത് വരെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അല്ലാതെ തന്നെ പ്രഗ്നൻസി വ്ലോഗ് ഇടുന്നുണ്ട്, ഫാമിലി വ്ലോഗ്സ് ഇടുന്നുണ്ട്. അവരവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരെ ഇന്ന് യൂട്യൂബിൽ ചർച്ച ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, യൂട്യൂബിലുള്ളത് നല്ല നല്ല വശവും ഉണ്ട്. എന്തായാലും യൂട്യൂബിൽ ഈ പ്രസവം വീഡിയോ ഇട്ട് വരുമാനം ഉണ്ടാക്കേണ്ട മാർഗ്ഗം എന്തായാലും എനിക്കില്ല. നല്ല നല്ല കണ്ടൻറ് ഇട്ട് തന്നെയാണ് ഇതുവരെ ഞാൻ വന്നത് എന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കുറേ വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണെന്ന്. അത് പറയുമ്പോൾ തന്നെ ചിലവർക്ക് മനസ്സിലാവും എന്താണ് ആ ഗ്യാപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. വേറെ ഒന്നുമല്ല, ഫസ്റ്റ് നമ്മൾ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം. ഒന്നാമത്തെ കാര്യം, നമ്മളൊന്ന് നോർമലായി നല്ലപോലെ വെയിറ്റ് എടുത്ത് ഒന്ന് റിക്കവറി ആവണമെങ്കിൽ തന്നെ ഒരു 6 മാസമെങ്കിലും നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മളെ മാതാപിതാക്കൾ പറഞ്ഞു തരും. നോർമൽ ഡെലിവറി നമ്മൾ 3 മാസം കൊണ്ട് തന്നെ ശരിയായും വരും. ആ ഒരു വേദന അനുഭവിച്ച ഒരാളായതുകൊണ്ടാണ് രണ്ടാമത് നമ്മളൊന്ന് വേണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു 100 തവണ നമ്മൾ ആലോചിക്കും. കാരണം വീണ്ടും നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ നല്ലപോലെ റിക്കവറി ആയി വരണം. അപ്പോൾ നമ്മൾ മെൻ്റലി ഫിസിക്കലി അതിന് തയ്യാറാവണം. അതാണ് ഞാനൊരു ഗ്യാപ്പ് ഉദ്ദേശിച്ചത്. മാത്രമല്ല, എൻ്റെ 2 മക്കളും തമ്മിൽ ഏകദേശം 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ഗ്യാപ്പ് എന്ന് ഉദ്ദേശിച്ചത്. ഈ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 5 മാസം കുറേയേറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതുവരെയും പിടിച്ചു നിൽക്കുന്നത് തന്നെ. സോ കമൻറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. ചിലവരത് മനസ്സിലാക്കത്തില്ല, ചിലവരത് മനസ്സിലാക്കും. പിന്നെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നമുക്ക് ഇതിൽ നെഗറ്റീവും വരും പോസിറ്റീവ് വരും. എന്നാലും കമൻറ്റ് ചെയ്യുമ്പോൾ വേദനിപ്പിക്കാത്ത രീതിയിൽ കമൻറ്റ് ചെയ്താൽ അത്രയും നന്നായിരുന്നു. കാരണം
ഒരു 30 സെക്കൻഡ് വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 12-13 മിനിറ്റുള്ള വീഡിയോ കൊണ്ടോ നമുക്ക് ആരെയും ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേയേറെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.